ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് എൻ്റെ ഫസ്റ്റ് നന്ദി പറയാന്നുള്ളത് ഞാൻ ആദ്യം ഉറപ്പിച്ചിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഇവിടുത്തെ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതെന്തായാലും ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണ് വന്നത്. ഒരു താങ്ക് യു എല്ലാവരോടും പറയണം. കാരണം നമുക്ക് ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിൽ നമ്മൾ ഇവിടുത്തെ എല്ലാ കോർഡിനേറ്റേഴ്സിനോടായാലും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും എല്ലാ ആൾക്കാരോടും നമ്മൾ നന്ദി പറയേണ്ടത് എനിക്ക് അത്യാവശ്യമാണ്. ഞാനത് ഉറപ്പിച്ചിട്ടാണ് വന്നത്. പിന്നെ ഞാനിവിടുത്തെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് നീരജ് സാറായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത്. അങ്ങനെ സാറ് ചോദിച്ചു, ഞാൻ കൊറോണ സമയത്ത് ഓൺലൈനായിട്ടാണ് ഫസ്റ്റ് കോച്ചിങ് എടുത്തത്. അപ്പം നീരജ് സാർ ചോദിച്ചു, ഓൺലൈൻ ബാച്ചിൽ ചേർന്നാൽ പോരെയെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഒരു കൊല്ലം ഓൺലൈൻ കോച്ചിങ് എടുത്തതാണ്, എനിക്കതിനോട് പരിചയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ ചോദിച്ചു, എന്നാൽ ഓൺലൈൻ എടുത്താൽ പോരെ, എന്തിനാ ഓഫ്ലൈൻ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വേണം, എന്താ വെച്ചാൽ പിയർ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ ഇവിടെ വന്നു, ഡെഫിനറ്റ്ലി നല്ല അനുഭവമായിരുന്നു. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും, ഞാൻ ഒരു കൊല്ലം തിരുവനന്തപുരത്ത് നിന്ന ആളാണ്. അപ്പം എനിക്കറിയാം നമുക്ക് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ്. ഇപ്പം നമുക്ക് അക്കാദമിയിൽ ടീച്ചേഴ്സ് എന്നോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ് എടുക്കും, പോകും. നമുക്ക് അവരുടെ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ക്ലാസ് എടുക്കും, നമ്മൾ ക്ലാസ്സിലിരിക്കും, ക്ലാസ് കേൾക്കും, പോവും. ഈ ഒരു സാധനമേ ഉള്ളൂ. നമുക്ക് ടീച്ചേഴ്സിനടുത്ത് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മെൻറ്റേഴ്സിനോടാണ്. ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെൻറ്റർക്ക് കീഴിൽ മിനിമം 80 കുട്ടികളെങ്കിലും ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പല ദിവസങ്ങൾ നമുക്ക് മെൻറ്ററിനോട് കോണ്ടാക്ട് ചെയ്യാനോ അവർക്ക് ഒഴിവുള്ളതിനനുസരിച്ചൊക്കെ നമുക്ക് ഇത് കിട്ടുള്ളൂ, സ്ലോട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്ന സമയത്ത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് സുഖമാണ്. എന്താ വെച്ചാൽ ഒരു മെൻറ്ററിന് കീഴിൽ 25 പേരേ ഉള്ളൂ. 24/7 നമുക്ക് അവൈലബിൾ ആണ്. മെൻറ്റർ ഉണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നമുക്ക് വരുന്ന ഫാക്കൽറ്റീസിനോട് നേരിട്ട് സംസാരിക്കാം. ഇപ്പോൾ ആരും വന്നല്ലോ, റിനോ മാം ആയാലും സിബിൽ സാർ, ഇവിടെ വന്ന എല്ലാ ഫാക്കൽറ്റീസിനായിട്ടും നമുക്ക് പോയി സംസാരിക്കാം. നമുക്ക് അന്നെടുത്ത കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്കത് പോയി ക്ലിയർ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അവരെന്താ വെച്ചാൽ വൈകുന്നേരവും രാവിലെയൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പോയി അവരോട് സംസാരിക്കാം. ഞാൻ എല്ലാ ടീച്ചേഴ്സിനേറ്റും എനിക്ക് അങ്ങനെ പോയി പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഒരു മെൻറ്ററിൻ്റെ കീഴിൽ മിനിമം 25 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മെൻറ്ററിന് നമ്മളെ നന്നായിട്ട് അറിയാം, ഒരു സ്റ്റുഡൻറ്റിനെ നന്നായിട്ട് അറിയാം. നമുക്ക് മെൻറ്ററിനോട് നല്ല രീതിയിൽ സംസാരിക്കാം. ഏത് സമയത്ത് എന്ത് ചോദിച്ചാലും അവർ റെഡിയാണ്, അത് പറഞ്ഞു തരാനും നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് തരാനും റെഡിയാണ്. അത് ഈ 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഞാൻ ഇതുവരെ പഠിച്ച സിസ്റ്റത്തിൽ നിന്ന് പുതുതായിട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ 2 കാര്യം ഇതാണ്. പിന്നെ ഇർഷാദ് സാറാണെങ്കിലും ഇപ്പം നമ്മൾ പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ ഒരു മോണോട്ടോണസ് ആയിട്ട് അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മാത്രം, അവരുടെ മെറ്റീരിയൽസ് മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതാക്കുക. അതായത് പുറത്തുനിന്നൊരു മെറ്റീരിയൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നല്ലതാണെങ്കിലും പുറത്തുനിന്നൊരു മെറ്റീരിയലും നമ്മളെ കൊണ്ട് എടുക്കാൻ അവർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഇർഷാദ് സാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ കിട്ടുന്ന മെറ്റീരിയൽ ആയാലും എടുത്ത് ഗ്രൂപ്പിലിടും. അത് നമ്മൾ വിചാരിക്കും മെറ്റീരിയൽ ഓവർലോഡ് ആണെന്ന് വിചാരിക്കും. പക്ഷേ സാറ് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു 10 ആൾക്ക് ഒരു മെറ്റീരിയൽ മതിയാവും, പക്ഷെ 11ാമത്തെ ആൾക്ക് സാറിടുന്ന മറ്റേ മെറ്റീരിയലാണ് ഉപകാരപ്പെടുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും സാർ അതിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതാ, ഇപ്പം ഇന്റർണൽ സെക്യൂരിറ്റി എടുക്കാൻ വന്ന ഐശ്വര്യ മാം എൻ്റെ മെൻറ്ററായിരുന്നു. അപ്പം ഞാൻ ആ മാം അവിടെ ഉള്ള സമയത്ത് നമ്മുടെ റിസപ്ഷനിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊരു മെറ്റീരിയൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയപ്പോൾ മാം ചോദിച്ചു, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയതാന്ന് പറഞ്ഞു. അപ്പോൾ മാം ചോദിച്ചു, എവിടുന്നാണ് എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ. മാം ചോദിച്ചു, ഇവിടെ പറ്റുമോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അവിടെ ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വേറൊരു മെൻറ്റേഴ്സോ കാര്യങ്ങളോ ടീച്ചേഴ്സോ ഒന്നും വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ പ്രോത്സാഹിപ്പിക്കില്ല. നമുക്ക് അവിടുത്തെ
ഇപ്പോൾ എന്താ പറയുക, ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സൗകര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവർ നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ ഉപയോഗിക്കാനോ സമ്മതിക്കില്ല. അവരെപ്പോഴും അവരെ മെറ്റീരിയൽ മാത്രമേ അവിടെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്തോ എടുത്ത് പഠിക്കാം, നമ്മൾ പഠിച്ചാൽ മതി. അൾട്ടിമേറ്റ് അത്രയേ ഉള്ളൂ. ഏത് മെറ്റീരിയൽ എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കണം. അത് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പം എനിക്കത് സത്യം പറഞ്ഞാൽ പുതിയൊരു അനുഭവമായിരുന്നു. എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷെ ആ ഒരു മോണോട്ടോണസ് ആയിട്ട് എല്ലാവരും ഒരേ അച്ചിലിട്ട് വാർക്കാതെ എല്ലാവരും അവരവർക്ക് വേണ്ട രീതിയിൽ പഠിച്ച് എല്ലാവരും അവസാനം ഒരേ ലക്ഷ്യത്തിലെത്തുക. ഏത് പാത്ത് തിരഞ്ഞെടുത്താലും അവസാനം ഒരേ ലക്ഷ്യത്തിലെത്തുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴിയും ചെയ്തു തരും. അതെനിക്ക് ഭയങ്കര നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ MLA ഞങ്ങൾ പറയാറുണ്ട്, MLAയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഭയങ്കരമാണ്. ഈ ഇപ്പം കോളേജിലൊക്കെ നമ്മളിപ്പം കോളേജിലൊക്കെ വെക്കുന്നതന്നെ ചെറിയ പരിപാടിയായിരിക്കും, പക്ഷെ ഞാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതിക്ക് വഴിയിട്ടിട്ട് പോകും. ആ ഒരു കുറഞ്ഞ സമയത്തെ പരിപാടി പോലും നമ്മൾ തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും പല പരിപാടികളും നമ്മൾ മാനേജ് ചെയ്യുക. അപ്പം ഓണത്തിനൊക്കെ നമ്മളിവിടെ പരിപാടി വെച്ചു, അവസാനം ലീഡർമാരെ കിട്ടാഞ്ഞിട്ടുള്ള ആൾക്കാർ കൂടി ചേർന്ന് പരിപാടി വെക്കേണ്ട ആവശ്യമൊക്കെ വന്നു. അപ്പോൾ അത്ര ചെറിയ പരിപാടി പോലും നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് സംഗീത് സാറും MLA എല്ലാവരും കൂടി ചേർന്ന് കുറേ കാലത്തെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ആളുകളെ കൂട്ടിച്ചേർത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി വെക്കണം എന്നുണ്ടെങ്കിൽ അത് MLAയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. പിന്നെ വളരെ നല്ല അനുഭവമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നമുക്കിപ്പോൾ 24 ഇപ്പം ഇർഷാദ് സാർ നമ്മൾ വന്ന സമയത്ത് തന്നെ പറഞ്ഞു, തിരുവനന്തപുരത്തൊക്കെ എന്ന് പറഞ്ഞാൽ 10 മണിക്ക് കർഫ്യൂ ആണ്. നമുക്ക് 10 മണിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും പുറത്തിറങ്ങാനോ നമുക്ക് റീഡിംഗ് റൂമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഗേൾസിന് പ്രത്യേകിച്ച് 24/7 റീഡിംഗ് റൂം ഉണ്ടെങ്കിലും ഹോസ്റ്റലിൽ 10 മണിക്ക് നമ്മൾ കയറിയിരിക്കണം. പക്ഷെ നമുക്ക് എവിടെയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നൈറ്റ് ഹോൾസാണ്, എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കണം, രാവിലെ പഠിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ അത്രയും സേഫ്റ്റിയിൽ നമ്മൾ നല്ല സെക്യൂർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു അതുമില്ല, പേടിക്കാനില്ല. ക്യൂബിക്കിളിന് ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുന്നു. അത് വളരെ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ സിവിൽ സാറ് പറയായിരുന്നു, നമ്മളിവിടുത്തെ ഫെസിലിറ്റീസ് കണ്ടിട്ട് നമ്മളൊരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണെന്ന് പറയായിരുന്നു. ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡും ഇതൊക്കെ നല്ല ചിലവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ട് തന്നെ നല്ല ഫുഡും നല്ല ഫെസിലിറ്റീസും റൂമും ഒക്കെ നല്ല ഇതിൽ കിട്ടിയോണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന ഒരു കൊല്ലത്തെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഞാൻ അനുഭവിച്ചതൊരു പ്രിവിലേജ് തന്നെയാണ്. തിരുവനന്തപുരത്ത് കിട്ടിയതിനേക്കാളും ഒരു പ്രിവിലേജ് എന്ന് വെച്ചാൽ എനിക്ക് പ്രിവിലേജായി തോന്നിയത് ഈ ടീച്ചേഴ്സിന് നമ്മളെ തൊട്ടടുത്ത് കിട്ടുന്നതിന് ഭയങ്കര പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പം റിനോവൻ പറയും മാമിൻ്റെ മെൻറ്റീസ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ആലോചിക്കും മാമിനൊക്കെ അവിടെ ഇങ്ങനെ നമുക്കൊന്നും മാമിനെ ക്ലാസ് എടുക്കും, ഞാൻ മാമിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുണ്ട് എന്നല്ലാതെ മാമിനോട് അങ്ങനെ പേഴ്സണലായിട്ട് പരിചയമോ ഇപ്പോൾ ചോദിക്കുക അങ്ങനത്തെ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിനോട് ഒരു പേഴ്സണൽ പരിചയം വെക്കുന്നത് തന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രിവിലേജ് ആയിട്ടുള്ള സാധനമാണ്. അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയ സംഗതിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ അവസരം ഒരുക്കിയ ക്രിയയുടെ എല്ലാ ടീമിനും എൻ്റെ നന്ദി അറിയിക്കുന്നു.